ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല VSന്റെ സന്തത സഹചാരിയായ A സുരേഷ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മലമ്പുഴയിൽ മത്സരിക്കുമെന്ന്, G സുധാകരൻ സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന്, പാർട്ടിയെ സ്ഥാനാർത്ഥിയെ വെല്ലുവിളിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് ഈ പറഞ്ഞ രണ്ട് കേസിലും ഒരു നിമിഷം, താങ്കൾ ഇപ്പോൾ പരാമർശിച്ച ഈ രണ്ട് പേരുകാരുടെ കാര്യത്തിലും എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആളാണ്. ഈ മുമ്പ് പറഞ്ഞ സോക്കോൾഡ് സന്തത സഹചാരിയും ഇപ്പോൾ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും ഇത് സംഭവിക്കാനിടയുള്ള കാരണമാണ്, സാധ്യതയുണ്ട് എന്ന് കരുതിയ ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അത് ഞാൻ എന്നെ കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ്. മാത്രമല്ല ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്, അമ്പലപ്പുഴയിലെ ആ സ്ഥാനാർത്ഥി, അതായത് പകരം വീട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. പകരം വീട്ടാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറേ കാലമായുള്ളൊരു ആസൂത്രണത്തിൻ്റെ സമ്മതിക്കലുണ്ട്, വെളിപ്പെടുത്തലുണ്ട്. അത് പൊടുന്നനവേ സംഭവിച്ചതല്ല. പാർട്ടിയോട്, CPM-നോട് പകരം വീട്ടാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു ആസൂത്രണം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം.